സൗദി രാജാവിനെ പേടിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ രാജ്യം വിട്ടുകൊടുക്കുന്നു. കേൾക്കുമ്പോൾ നമുക്ക് അമ്പരപ്പൊക്കെ തോന്നും. പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അസീം മുനീർ പാകിസ്ഥാൻ്റെ കാര്യങ്ങളൊക്കെ ഗൗരവമായ നിലപാടെടുത്ത സമയത്ത് സൗദി അറേബ്യയുമായിട്ടൊരു കരാർ ഒപ്പിട്ടു. ആ കരാർ അനുസരിച്ച് ഏതെങ്കിലും രാജ്യം സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ സഹായിക്കും. ഇനി പാകിസ്ഥാനെയാണ് ആക്രമിച്ചെങ്കിൽ സൗദി സഹായിക്കും. ഇതായിരുന്നു വ്യവസ്ഥ. പക്ഷേ കാര്യങ്ങളൊന്നും അത്ര സ്മൂത്തായിട്ട് നടന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൗദിക്കെതിരെ ഹൂത്തികളുടെ ആക്രമണം വളരെ കടുത്ത രീതിയിൽ നടക്കുന്നു. സൗദിയിലെ ഒരു എയർപോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായി. അപ്പോൾ പാകിസ്ഥാൻ്റെ സഹായം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു. കാരണം ആണവ ആയുധമുള്ള ഏക മുസ്ലിം രാജ്യം പാകിസ്ഥാൻ എന്ന രീതിയിലാണ് അവരുടെ ഒരു ഗർവ്. പക്ഷേ പാകിസ്ഥാൻ സഹായിക്കാനൊന്നും പോയില്ല. എന്ന് മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ സഹായിക്കാനൂടെ പോയാൽ ആഭ്യന്തര കലാപം രൂക്ഷമായി നിൽക്കുന്ന ആ രാജ്യത്തേക്ക് ഇറാൻ്റെ വക ആക്രമണം വേറെയും വരും. അപ്പോൾ അസീം മുനീർ ഓടി എന്ന് പറയുന്നതിനകത്ത് അത്ര തമാശയായിട്ടൊന്നും കാണണ്ടല്ലോ, അങ്ങനെയല്ലേ സാറേ? അല്ല, അങ്ങനെ ഒരു തമാശ പറയാനുള്ള വകുപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനിപ്പോൾ പാകിസ്ഥാനിൽ കിടക്കപ്പുറത്തി കൊടുക്കാത്തൊരവസ്ഥയാണ്. സൗദി അറേബ്യ എന്ന് വലിയ പ്രഷർ വരും. അതായത് പാകിസ്ഥാന് ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്നുള്ള കെയർ ഓഫിൽ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ രാജ്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പൊസിഷൻ ഇപ്പോൾ പാകിസ്ഥാനുണ്ട്. പ്രിസൈസ്ലി ബിക്കോസ് ദേ ഹാവ് ദി ന്യൂക്ലിയർ വെപ്പൺ. ഒരു അഡ്വാൻറ്റേജ് അതുണ്ടല്ലോ. അപ്പം അങ്ങനെ ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും കൂടി അതിനിടയ്ക്ക് ഒരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഡിഫൻസ് പാക്റ്റ് ഒപ്പിട്ടു. ദാറ്റ് വാസ് ഇൻ സെപ്റ്റംബർ 2025 സെപ്റ്റംബർ 20 ഈ പാക്റ്റ് ഇത് ഒപ്പിട്ടത്. അപ്പോൾ അത് പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യം സപ്പോർട്ട് ചെയ്യാൻ വരും. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ന്യൂക്ലിയർ വെപ്പൺ എടുത്ത് പുഴങ്ങി തിന്നാൻ പറ്റില്ലല്ലോ. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. അതെ, $138 ബില്യൺ കടം മൊത്തം പാകിസ്ഥാനുണ്ട്. അപ്പോൾ അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനിടയ്ക്ക് ഒരിടയ്ക്ക് UAE പറഞ്ഞു ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ച കടം വാങ്ങിച്ചത് തിരിച്ചു തരണമെന്നും പറഞ്ഞത് എന്തോ $3.5 ബില്യണോ മറ്റോ ആയിരുന്നു. അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യ ഇവർക്കൊരു $5 ബില്യൺ കൊടുത്ത് അതിൽ നിന്ന് UAEയുടെ കാശ് സെറ്റിൽ ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഈ സൗദി അറേബ്യയ്ക്ക് ഒരു ആവശ്യം പറയുമായിരുന്നു, ഹൂത്തികളുടെ വലിയ ശല്യമുണ്ട്, ഹൂത്തികളെ ഒന്ന് നേരിടുന്നതിന് നിങ്ങൾ സഹായിക്കണം, നിങ്ങളും കൂടി ചേരണം എന്ന് പറഞ്ഞു. സുന്നി മുസ്ലിംസ് ആണല്ലോ ഇവരൊക്കെ. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റ് തള്ളിക്കളഞ്ഞല്ലോ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അവിടുത്തെ ഭരണകൂടം അത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ പിന്നീട് നമുക്കറിയാം ഇറാനും അമേരിക്കയും ഇസ്രായേലൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടായല്ലോ. അപ്പോൾ ഇറാൻ ഇടയ്ക്ക് സൗദിയിലേക്ക് പ്രശ്നങ്ങൾ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും സൗദി ഈ മുനീറിനെ, ഫീൽഡ് മാർഷൽ മുനീറിനെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ നമ്മുടെ ഈ ട്രീറ്റി പ്രകാരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതേസമയം സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ലൈഫ് ലൈനാണ്. അതുകൊണ്ട് അവരെങ്ങനെയാലും പ്ലേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാതെ തന്നെ 8,000 പാകിസ്ഥാൻ ട്രൂപ്സിന് അല്ലെങ്കിൽ പട്ടാളക്കാരെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. കൂട്ടത്തിലൊരു സ്ക്വാഡ്രൺ ഓഫ് JF-17 എന്ന് പറഞ്ഞു 16 പ്ലെയിൻസിൻ്റെ ഒരു സ്ക്വാഡ്രൺ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അത് വെച്ച് ഒരു തൽക്കാലം ഒരു മുട്ടുശാന്തിയായി. അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വേറെ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഹൂത്തികൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഹൂത്തികൾ അവരുടെ സൗദി അറേബ്യയിൽ അബാഹ എന്ന് പറയുന്ന എയർപോർട്ട് അറ്റാക്ക് ചെയ്തു. അവിടെ ബോംബിടലും മിസൈൽ വിടലൊക്കെയാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് അവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അവരെ ആക്രമിച്ചു എന്നാണ്. വാസ്തവത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യമനിൽ നിന്നും വളരെയധികം സപ്പോർട്ട് ഇവർക്കുണ്ടല്ലോ ആയത്തുള്ളക്ക്. അപ്പോൾ അതേപോലെ അതിൻ്റെ പേരിൽ കുറേ പേര് അങ്ങോട്ട് പോയിരുന്നു ഈ ആയത്തുള്ളയുടെ ഫ്യൂണറലിൽ പങ്കെടുക്കാനായിട്ട്. അവർ തിരിച്ചു വരുമ്പോൾ അവർ ഇറാൻ്റെ പ്ലെയിനിൽ വരാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഈ യമനിലെ ഒഫീഷ്യൽ ഗവൺമെൻറ് പറഞ്ഞു ഒരു കാരണവശാലും ഇറാൻ്റെ പ്ലെയിൻ ഉപയോഗിക്കരുത്, നമ്മുടെ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു. പക്ഷേ അവർ നിർബന്ധം പിടിച്ച് ഇറാൻ്റെ പ്ലെയിനിൽ തന്നെ വന്നു. പക്ഷേ അതിലൊക്കെ നിറച്ച ആയുധങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ പോയി കറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേ കണ്ണീരൊഴുകിയിട്ട് നമ്മൾ ചില വീടുകളിലൊക്കെ ബന്ധുക്കൾ വന്നു കഴിയുമ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും പൊതുകൊട്ടി കൊടുക്കുന്ന പോലെ ഇത് പ്ലെയിനിൽ നിറച്ച് ആയുധമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒഫീഷ്യൽ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇറാൻ്റെ ഒരു ഫ്ലൈറ്റ് ഇവിടെ വന്ന് എയർ സ്പേസ് വയലേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. അവിടെ ബോംബിടെ ഏതാണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ വേറെ എയർപോർട്ടിലേക്കാണ് പോയത്. ഈ സനായിൽ സനായാണ് ക്യാപിറ്റൽ, അവിടെ ഇറങ്ങാതെ വേറൊരു എയർപോർട്ടിൽ പോയിട്ടാണ് അവർ ഇറങ്ങിയത്.
അപ്പോൾ യമനിലെ ഈ ഹൂത്തികൾ അതിനെ വളരെയധികം എതിർത്തു. കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുമ്പോൾ നിങ്ങൾ ആക്രമിക്കുകയാണ്, അത് ആക്രമിക്കുന്നത് സൗദി അറേബ്യയാണെന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു ഒഫീഷ്യൽ ഗവൺമെൻറ് ഉണ്ട് യമനിൽ, പക്ഷേ ഹൂത്തികൾ അതിനെ മാനിക്കണില്ല. ഇത് സൗദി അറേബ്യയുടെ ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്, സൗദി ഗവൺമെൻറ് ചെയ്തതായിട്ട് കണക്കാക്കി. അതിൻ്റെ പേരിലാണ് ഈ സൗദിയിലുള്ള അബാഹ എയർപോർട്ടിലേക്ക് ഇങ്ങനെ മിസൈൽസ് വിടാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും സൗദിക്ക് പ്രശ്നമായി. സൗദിക്ക് പാകിസ്ഥാനിൻ്റെ അടുത്ത് പിന്നെയും സപ്പോർട്ടിന് അങ്ങോട്ട് കൈനീട്ടേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അസീം മുനീറിന് ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഹൂത്തികൾക്കിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ മിലീഷ്യയാണ്, അത് ശരി, പക്ഷെ അവർ ഇറാൻ്റെ കാണപ്പെട്ട കൺകണ്ട ഒരു ഔഷധമാണ് ഈ പറയുന്ന ഹൂത്തികൾ. ഹൂത്തികൾക്കൊന്നും സംഭവിക്കാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഹൂത്തികളെ ആക്രമിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറാൻ പാകിസ്ഥാൻ യുദ്ധമായിട്ട് മാറും. പാകിസ്ഥാന് വലിയ ക്ഷീണമാവും അത്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഹൂത്തി പ്രശ്നം ഈ സൗദി പ്രശ്നമൊക്കെ കൂടി വന്നു കഴിയുമ്പോൾ ഒരു വിഷമിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഓൾറെഡി ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. ബലൂചിസ്ഥാനുണ്ട്, ഖൈബർ പക്തൂൺക്വ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ നമ്മൾ പറയുന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൂടാതെ മോഡിയുടെ വക അങ്ങോട്ടുള്ള ഈ നദികളിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വെള്ളം കിട്ടാത്തൊരു സാഹചര്യം വരുന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങളുടെ നടുക്കാണ്. കര കാണാത്ത തീക്കടൽ എന്ന് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഹൂത്തികൾ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിച്ച്. അപ്പോൾ അതുകൊണ്ട് അസീം മുനീർ ആള് ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം പക്ഷേ വലിയ വിഷമത്തിലാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല. നമ്മൾ ക്യാച്ച് 22 എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ചേട്ടാ, അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിൽ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബലൂജ് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർക്ക് സ്വന്തമായിട്ട് ദേശീയ പതാക, ദേശീയ ഗാനം, കറൻസി എല്ലാം ഉണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് ഇനി അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ലോക രാജ്യങ്ങൾ അംഗീകരിക്കുക, പ്രധാനമായിട്ടും ഇന്ത്യ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ. കാരണം POK ഉൾപ്പെടെയുള്ള മാനുഷിക മൂല്യങ്ങളെ ചവിട്ടിമെതിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ തകർത്തപ്പോൾ ഇന്ത്യയാണ് UN പോയി സംസാരിച്ചത്. അതുകൊണ്ട് ഞങ്ങളെ കൂടെ നിങ്ങൾ പരിഗണിക്കണം. പക്ഷേ എല്ലാ രാജ്യങ്ങളും എല്ലാ രീതിയിലും അംഗീകരിക്കണം. ഇപ്പോൾ ഇസ്രായേലിനെ പോലും അംഗീകരിക്കാത്ത ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇവരെ അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ പട്ടാളത്തിലെയും പോലീസിലെയും വലിയൊരു വിഭാഗം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. അതായത് പ്രത്യേകിച്ച് ബലൂജുകൾ അല്ലെങ്കിൽ പഷ്തൂൺകാർ, ഇവരെല്ലാം പറയുന്നത് ഞങ്ങൾ ഇനി മാതൃരാജ്യത്തെ സംരക്ഷിക്കും. അപ്പോൾ പാകിസ്ഥാൻ അല്ല അവരുടെ മാതൃരാജ്യം, അവരുടെ മാതൃരാജ്യം ബലൂജാണ്. എന്നിട്ട് അവർ പറയുന്നു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കരസേനയ്ക്കോ വ്യോമസേനയ്ക്കോ നാവികസേനയ്ക്കോ ഇനി ഈ ബലൂജ് മേഖലയിലെ ഒരു പ്രദേശവും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ എതിർക്കും. ഞങ്ങളാകെ 5 ലക്ഷം പേരേ ഉള്ളൂ, പക്ഷേ ഞങ്ങളുടെ ജീവൻ കൊടുത്തു ആ മേഖലയെ സംരക്ഷിക്കും. ആ സമയത്ത് തന്നെയാണ് ഇവിടെ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇന്ത്യക്കൊപ്പം ചേരാൻ പോകുന്നു എന്ന് പറയുന്നത്. ആ പ്രക്ഷോഭത്തിൽ തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ടിട്ട് പാകിസ്ഥാൻ ഭരണകൂടം പോലും ഞെട്ടി. ഇപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ടായിട്ടും ഔദ്യോഗികമായിട്ട് പാക് ഭരണകൂടം പ്രതികരിച്ചില്ല. മാത്രമല്ല അവരുടെ വൈദ്യുതി ഇപ്പോൾ ചൈന കട്ട് ചെയ്തു. കാരണം ചൈനയുടെ പ്ലാന്റിൽ നിന്നാണ് ഇവർക്ക് വൈദ്യുതി കിട്ടിയത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് 42,000 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്, അത് തന്നെങ്കിൽ മാത്രമേ ഞങ്ങളത് സഹായിക്കൂ. കാരണം ബംഗ്ലാദേശിൽ പണ്ട് അദാനി ഇതുപോലെ വൈദ്യുതി കട്ട് ചെയ്തതാണ്. ഇപ്പോൾ പാകിസ്ഥാനെ സഹായിക്കണമെങ്കിൽ സൗദി അറേബ്യ മാത്രമേ മുമ്പിലുള്ളൂ. 95,000 കോടി രൂപയുടെ സഹായം ലഭിക്കാനുള്ള എല്ലാ നീക്കവും നടത്തി. അതിനിടയിലാണ് ഹൂത്തികൾ നടത്തിയ ആക്രമണം. ഇപ്പോൾ അസീം മുനീറിന് മറുപടിയില്ല. അപ്പോൾ ഇവർക്ക് ചോദിക്കുന്നത് നിങ്ങളും ഞങ്ങളുമായിട്ടുള്ള എഗ്രിമെൻ്റ് അനുസരിച്ച് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണ്ടേ. പക്ഷേ ഹൂത്തികളെ ആക്രമിക്കാൻ രംഗത്തേക്ക് ഇറങ്ങിയാൽ ഇറാൻ പാകിസ്ഥാനെ വെച്ചുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് അസീം മുനീറിന് രംഗത്തില്ല. അപ്പോൾ സൗദി രാജാവ് പറഞ്ഞു ഞാനിതാ വരുന്നു, എന്താണ് നമ്മുടെ എഗ്രിമെൻറ്റ്, നമ്മൾ ആ സാധനമൊക്കെ പുറത്തേക്ക് എടുക്കുക. അപ്പോഴത്തേക്ക് അസീം മുനീർ രാജ്യം വിട്ടോടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കാരണം അസീം മുനീറിനെ വിശ്വസിച്ച് ഇനി ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് സാധാരണ ജനങ്ങളും വിശ്വസിച്ചു. ഇപ്പോൾ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ അവിടെയും വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന മേഖല പഷ്തൂൺ പ്രദേശമാണ്, പഷ്തൂൺകാരുടെയാണ് എന്ന് പറഞ്ഞിട്ട് അവരൊരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം 4-5 പ്രവിശ്യകളായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വിഘടിക്കാൻ നിൽക്കുന്നു. ആ സമയത്ത് ദാരിദ്ര്യം, പട്ടിണി, അവിടുത്തെ തൊഴിലില്ലായ്മ ഇതെല്ലാം രൂക്ഷമാകുന്നു. ഭക്ഷണമില്ല, ഇന്ധനമില്ല. ആ സമയത്ത് അസീം മുനീറിന് അവരെ സംരക്ഷിക്കാൻ കഴിയുമോ, സഹായിക്കാൻ കഴിയുമോ? ഒന്നുമില്ല. സൗദി അറേബ്യയുടെ നിന്ന് കടം മേടിക്കാന്ന് വെച്ചാൽ അവർ സഹായിക്കുന്നില്ല. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാന് മേൽ സൗദി അറേബ്യ ഒരു വലിയ വജ്രായുധം എടുത്ത് പ്രയോഗിക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം. അപ്പോൾ സൗദി രാജാവിനെ പേടിച്ച് അസീം മുനീർ പിൻവാങ്ങുന്നു, അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും.